ഹായ് വെൽക്കം ടു ക്യാമ്പസസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ശേഷം BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 2023 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അഥവാ INCയുടെ സർക്കുലർ പ്രകാരം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അതാത് സ്റ്റേറ്റ് വൈസ് കോമൺ എൻട്രൻസ് എക്സാം നടത്തി അതിൻ്റെ ബേസിൽ മാത്രമേ BSc നഴ്സിംഗിന് അഡ്മിഷൻ കൊടുക്കാവൂ എന്നുള്ളതായിരുന്നു. എന്നാൽ 2023 ആന്ധ്ര, കർണാടക പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഈ എൻട്രൻസ് എക്സാം നടത്തിയിരുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒന്നും ഈ എക്സാം ഉണ്ടായിരുന്നില്ല. പക്ഷേ 2024 അതായത് ഈ വർഷം മുതൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഈ എൻട്രൻസ് എക്സാം നടത്തി മാത്രമേ അഡ്മിഷൻ എടുക്കാവൂ എന്നുള്ളത് INCയുടെ സ്ട്രിക്റ്റ് ഓർഡർ ആണ്. ഇത് പ്രകാരം അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ സർട്ടിഫിക്കറ്റ്സിന് മാത്രമേ ഭാവിയിൽ അംഗീകാരം കിട്ടാൻ സാധ്യതയുള്ളൂ. നമ്മുടെ കേരളത്തിൽ BSc നഴ്സിംഗ് കോഴ്സിന് സീറ്റുകൾ വളരെ കുറവാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഈ കോഴ്സ് പഠിക്കാൻ ചൂസ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. അതിന്റെ റീസൺ അവിടുത്തെ കോളേജുകളുടെ സീറ്റിന്റെ എണ്ണ കൂടുതൽ തന്നെയാണ്. അതായത് കർണാടകയിലെ കോളേജിലെ ആകെ മൊത്തം BSc നഴ്സിംഗ് സീറ്റിന്റെ 80% മാനേജ്മെന്റ് സീറ്റാണ് ഉള്ളത്. കർണാടകയിൽ പോയി BSc നഴ്സിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കുട്ടികളും കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് അതായത് KCET രജിസ്റ്റർ ചെയ്ത് അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. KCET ത്രൂ ഗവൺമെന്റ് മെറിറ്റ് സീറ്റിലേക്ക് കർണാടക സ്റ്റുഡൻസിന് മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. നോൺ കർണാടക സ്റ്റുഡൻസിന് മാനേജ്മെന്റ് സീറ്റിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുക. അതുകൊണ്ട് യാതൊരുവിധ റിസർവേഷനും നമ്മുടെ നോൺ കർണാടക സ്റ്റുഡൻസിന് അവിടെ ലഭിക്കുന്നതല്ല. എന്നാലും ഈ മാനേജ്മെന്റ് സീറ്റിന്റെ ഫീസ് മുതൽ എല്ലാ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും ചെയ്യുന്നത് KCETയുടെ അണ്ടറിൽ തന്നെ ആയിരിക്കും. അതായത് ഇപ്പൊ മുൻ വർഷങ്ങളിലേക്ക് പോലെ നമുക്ക് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് കർണാടകയിൽ ഒരു കോളേജ് സെലക്ട് ചെയ്തിട്ട് അവിടെ ഡയറക്റ്റ് ചെന്ന് മാനേജ്മെന്റ് സീറ്റ് എടുക്കുന്ന രീതി ഇനി തൊട്ട് ഇമ്പോസിബിൾ ആണ്. അഡ്മിഷൻ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും KCETയുടെ അണ്ടറിലായിരിക്കും ഈ വർഷം മുതൽ ഉണ്ടായിരിക്കുന്നത്. സോ കർണാടകയിൽ പോയി BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും KCET രജിസ്റ്റർ ചെയ്ത് അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. നിലവിൽ KCETയുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 20 നിലവിലെ സാഹചര്യത്തിൽ രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ്. 2500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. 2 ദിവസങ്ങളിലായിട്ടാണ് ഈ എക്സാം വരുന്നത്. നമ്മൾ കർണാടകയിൽ പോയി തന്നെ ഈ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. +1 +2 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പോർഷൻസ് ആണ് ഇതിൽ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ എന്താ എല്ലാവരും +2ന്റെ എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതും കൂടി പ്രിപ്പയർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിൻ്റെ അകത്ത് ഓരോ സബ്ജക്റ്റിലും 60 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വെച്ച് ഔട്ട് ഓഫ് 60 ആയിരിക്കും നിങ്ങളുടെ ടോട്ടൽ മാർക്ക് നോക്കുന്നത്. ഇത് മാത്രമല്ല, രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്കിപ്പോൾ നോൺ കർണാടക സ്റ്റുഡൻസിനും കർണാടക സ്റ്റുഡൻസിനും ഒക്കെ ഡിഫറെൻറ്റ് ക്ലോസസ് ആണ് വരുന്നത്. നമ്മളിപ്പോൾ ബൈ ക്ലോസിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്തവർക്ക് അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും അതിൽ അവൈലബിൾ ആണ്. ഇതുവരെ KCET എക്സാം രജിസ്റ്റർ ചെയ്യാത്തവർക്ക് അത് രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഹെൽപ്പിന് വേണ്ടിയിട്ടും, അത് മാത്രമല്ല ഇതിന്റെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ മാർക്കൊക്കെ വന്നതിന് ശേഷം നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ എൻട്രി വഴി നല്ലൊരു കോളേജ് ഒക്കെ എങ്ങനെ സെലക്ട് ചെയ്യാൻ തുടങ്ങി നിങ്ങൾക്ക് KCET സംബന്ധമായിട്ടുള്ള എന്ത് ഡൗട്ട് വന്നാലും ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് നൽകുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.